ബ്രദർ കുറച്ചുകൂടെ ഒഴിക്കട്ടെ. കുറച്ച് കഞ്ഞോളൂ കുഴിച്ചോ. കുറച്ചുകൂടെ. ഹലോ. എൻ്റെ സാറേ, സാറിത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യാന്നറിയോ? അത് ഞാൻ ഈ മണിമല പള്ളിയിലാണ്. ഇവിടെ റേഞ്ച് ഇച്ചിരി കുറവാ. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. അവിടെ എന്താ വിശേഷം? സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ സൈമണയും പിള്ളേരെയും പോലീസ് പോക്കി. ഒന്നുമില്ല, പിള്ളേരെല്ലാം കൂടെ റോഡിൽ ഡാൻസ് കളിച്ചു. അപ്പോൾ ഒരു ശേഖല നേരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്കായി. അത്രേ ഉള്ളൂ. മന്ത്രി? നമ്മുടെ SI സത്യനാ പൊക്കിയത്. സാറിന് വിളിച്ചു പറഞ്ഞാൽ. ഒരു കാര്യം ചെയ്യും, ഞാൻ സത്യനെ വിളിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സർ. നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു ഗതിയാക്കും. ഒന്ന് പോവോ സാറേ? CI ഇയാൾക്കത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻ സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എവിടെ വെച്ചാ കുട്ടി മിസ്സായത്? ഓവർ ബ്രിഡ്ജിന് അടുത്ത് വെച്ച സാറേ. മോളെ കാറിലെത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്തതാ. പിന്നെ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ഇല്ലാതെ പറ്റില്ല സാറേ. നമുക്ക് അന്വേഷിക്കാം. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിലെ. പാവല്ലേ യൂണിഫോമിലായി. ആദ്യം അവന്റെ തന്തയെ പിടിച്ച് അകത്തിടാം. അപ്പം വരും. തന്തയെ കുറെ കാലമായിട്ട് കാണാനില്ല. അതിന് സാറേ കോഴി കൂടോടെ ഉണ്ട്. വൈഫൈ ഉണ്ടോ അവിടെ? വൈഫൈ ഇന്നാ എന്താടാ അത് സാറേ വൈഫൈ ഉണ്ടോ അവിടെ? പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വൈഫൈ ചോദിക്കുന്നടാ പട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദ് സാറേ, യുവമാരാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരാടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിണിക്കുന്നത്? ചെള്ള അടിച്ച് പൊട്ടിച്ചളയും. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റ് സാർ. ഏത് രാജ്യത്തിന്റെ? സാറേ വിജയ് ഫാൻസ് ബിയോപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ ഗില്ലി യൂണിറ്റ്? നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുകടാ. പ്രസിഡന്റാടാ. സാറേ നൗഷാദ് വേദനിക്കുന്നുണ്ട് സാർ. ഹാങ് ആയതാ സാറേ. എന്തോടാ നിന്റെ പണി? പൊട്ടാഷനാ? വിജയ് രസീമം പലർക്കടേ സാറേ. അതിനെന്തിനാടാ ഇത്രയും മസില്? അവൻ വിജയുടെ ബോഡി ഗാർഡ് ആവാനാ. നിന്നോട് ചോദിച്ചാടാ? അല്ല, പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല, ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താടാ ഇതിൽ കാര്യം? ഞാൻ അവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സാറോന്ന് കേറാ മോനെ. വാടച്ചോടാ അലവലാതി. സാർ നീ ആരടാ? അമിതാഭ് ബച്ചനാ? ബട്ടൺ സാറാ? എന്റെ ഫ്രണ്ട്സ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും. ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തൊലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിന് എന്തോ കിട്ടാനാടാ? അല്ല, CA സാർ വിളിച്ചായിരുന്നോ? അയാൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്കിത് എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോ എല്ലാരെയും പോ. പിന്നെ നീ നിന്നെ CA ഞാൻ ഇയാളെന്ന് വിളിച്ച കാര്യം നീ അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നീ വേണേ ബട്ടൺസൊക്കെ ഊരി കിട്ടോ. ചെൽ. സാറൊന്നേ. സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനല്ലേ? ഒരു സിനിമ നടനെയൊക്കെ ആരാധിക്കാന്ന് വെച്ചാ. ഒരു സെക്കൻഡ്. ഭാര്യ പറയടേ. ഭരണി പൂജയെ നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? വരാന്ന് പറഞ്ഞില്ലേ? ശരി. ഓക്കെ. എന്നാ പേന ആള് പോയാ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ
ശിവകാശിയിലെ ഏതോ തമിഴൻ വരച്ച ഒരു പടം. അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും, പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും, പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. അതിന് ഈ ഓട്ടോക്കാരൻ, പാവപ്പെട്ടവൻ, മന്ത്രി, കിന്ത്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. അപ്പൊ പാക്കല സാർ, വീണ്ടും സദ്യക്കും വരേക്കും വണക്കം. ഇത്ര വലിയ ആളാ. പോക്കിരി റീ റിലീസ്, യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ്, എല്ലാം വെറുതെ ആയി. ഇവന്മാരൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീരിയസ് ഡിസ്കഷനോടെ മനുഷ്യ ഇവിടെ ഭ്രാന്ത് പിടിച്ചാ അവൻ്റെ ഒരു ക്രിക്കറ്റ് കളി. പോലീസ് കേസായ കാര്യം നൗഷാദ് ചെന്നൈയിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതോടെ ഫോട്ടോഷൂട്ടും ഗോവിന്ദ. സ്റ്റേഷനിൽ കയറിയതും പറഞ്ഞു കൊടുത്തു അണ്ണാ. അണ്ണൻ പനീർ സാറിനെ വിളി. എടാ പനീർ സാറൊന്നും നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ. ഇത് ആരുടെ ഈ പനീർ സാറ്? കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇക്ക അയാളെന്ന് വിളിക്കാൻ ചെയ്യല്, മര്യാദ കൊടുക്കണം. വിജയന്റെ സെക്രട്ടറിയാ പനീർ സാർ. ആരുടെ? വിജയന്റെ സെക്രട്ടറിയാ? കഷ്ടം. ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുതൽ. ശരിയാ, നമുക്ക് ഇയാൾ കട്ട് ചെയ്താലും. ഓവറായാൽ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. 12 കഴിഞ്ഞു. നീ എൻ്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരിയല്ലേ, തെറ്റാൻ വഴിയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ തെറ്റാണ്. ഹലോ എടാ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ബിജു, ഇതാ പോലീസ് സ്റ്റേഷൻ ഇരുന്നില്ലടാ. ആ എടാ, ഈ വലതുവശത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങ വന്നേ. നീ ഇനിയിപ്പോൾ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ, ഒരു ഗണപതിയല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം സിംഗസൂനി വരുന്നു. എന്തോടാ ഗണപതിയൊക്കെ ആയിട്ട് എസ് എ എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്കി റിലീസ് പാളിന്നേട്ടല്ല. ഓ അലമ്പൊന്നും ആയില്ല. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നേനെ. പിന്നെ ഇവന്റെ മാമന്റെ മാമോസിക്ക് വരില്ല സൂര്യന്റെ പണി. ഒന്ന് പോടാ അളിയ, രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട, ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്. എന്തായാലും വൈകുന്നേരം മാമോദിസിക്കുക. എടാ അടിച്ചിട്ട് പിരിയാ. എടാ സാംസാ.